ഹലോ ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൈ ഫ്രോക്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ഈസി ആയിട്ട് ഒരു കപ്പലണ്ടി മുട്ടായി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കാണിക്കുന്നത്. കപ്പലണ്ടി പൊടിച്ച് മുട്ടായി ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് ഞാനിവിടെ കപ്പലണ്ടി വറുത്ത ഫ്രൈ ചെയ്ത കപ്പലണ്ടിയാണിത്. ഫ്രൈ ചെയ്തിട്ട് തൊലി കളഞ്ഞെടുത്തിരിക്കുന്ന കപ്പലണ്ടിയാണ്. ഈ കപ്പിന് 1 കപ്പ്, അതായത് 200 ഗ്രാം കപ്പലണ്ടിയാണ്. അതേപോലെ തന്നെ 1 കപ്പ് ശർക്കരയും എടുത്തിട്ടുണ്ട്. ഈ 2 സാധനങ്ങൾ മാത്രം മതി നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട്. പിന്നെ ഒരല്പം നെയ്യും വേണം. അപ്പോൾ ആദ്യം നമുക്ക് ഈ കപ്പലണ്ടി ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. ഒത്തിരി പൊടിയണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ നമുക്കിതൊന്ന് ചതച്ചെടുത്തുകൊണ്ട് വരാം. ജാറിലിട്ടിട്ടുണ്ട്. നമുക്കിതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഇതുപോലെ ഞാൻ കപ്പലണ്ടി ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ തരികളുണ്ട്, ആ രീതിയിലാണ് ക്രഷ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ക്രഷ് ചെയ്തെടുത്ത കപ്പലണ്ടി ഞാൻ ഇതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കാം. ഇവിടെ നമ്മൾ പാൻ ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലെ വെള്ളമയം ഒന്ന് പറ്റിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഈ ശർക്കര ഇടുന്നു. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം. അതുപോലെ തന്നെ ഏലക്കയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും കൂടി ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ അത് ചേർക്കുന്നില്ല. ഇതിങ്ങനെ നന്നായിട്ട് മെൽറ്റ് ആവുന്നിടം വരെ നന്നായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതിങ്ങനെ ശർക്കര നല്ല ഒരു നൂൽ പരുവമാകും. നമ്മളിങ്ങനെ കയ്യിലെടുക്കുമ്പോൾ നല്ല സ്റ്റിക്കി ആയിട്ട് വരുന്ന ആ ഒരു പരുവം കേട്ടോ. ഇങ്ങനെ എടുക്കുമ്പോൾ സ്റ്റിക്കി ആയിട്ട് വരുന്ന ആ ഒരു പരുവമാകുമ്പോൾ നമുക്ക് ഈ കപ്പലണ്ടി പൊടിച്ചു വെച്ചിരിക്കുന്നതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതിപ്പോൾ ഇങ്ങനെ ഒരു പരുവത്തിലായിട്ടുണ്ട്. നമ്മളിപ്പോൾ അരിയുണ്ടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ ആ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തതിന് ശേഷം ഇതൊരല്പം ഒന്ന് ആറിയിട്ട് നമുക്ക് ചെറുതായിട്ട് കൈ കൊണ്ട് ഉണ്ട പിടിച്ച് എടുക്കാം. അരിയുണ്ടയും എള്ളുണ്ടയൊക്കെ നമ്മൾ ചെയ്യത്തില്ലേ, അതുപോലെ ഉണ്ട പിടിച്ചെടുക്കാം. അപ്പം ഒത്തിരി തീയിൽ ചെയ്താൽ നമ്മുടെ കൈ പൊള്ളും. അതുകൊണ്ട് കുറച്ചൊന്ന് ആറിയതിന് ശേഷം ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ ശർക്കര കൃത്യമാണ് എടുത്തിരിക്കുന്നത്. ഒരല്പം കൂടി മധുരം വേണമെന്നുള്ളവർക്ക് കുറച്ചും കൂടി ശർക്കര എടുക്കാം കേട്ടോ. കപ്പലണ്ടിക്ക് 200 ഗ്രാം ശർക്കര തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു 250 ഗ്രാമോ 300 ഗ്രാമോ ഒക്കെ നല്ല മധുരം വേണം എന്നുള്ളവർക്ക് അത്രയും എടുക്കാം, കുഴപ്പമൊന്നുമില്ല. നമ്മൾ നന്നായിട്ട് പാവായാൽ മതി, അപ്പോൾ കൃത്യമായിട്ട് കിട്ടിക്കോളും. ചെറിയ ചൂടിൽ നമുക്ക് ഇതുപോലെ ഉരുട്ടിയെടുക്കാം. അപ്പോൾ ഉരുട്ടിയെടുക്കുമ്പോൾ കയ്യിലൊരല്പം നെയ്യ് തടവുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളിത് ഉരുട്ടിയെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മിഠായിയാണ്. അതുപോലെ തന്നെ ഇത് കുറേ നാൾ ഒരു മാസത്തിലധികം കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും കേട്ടോ. നല്ല കേൾക്കണ്ടോ, കറക്റ്റ് ആ ഒരു പാവ് കറക്റ്റ് ആണെങ്കിൽ ഇതുപോലെ ആ ഒരു സൗണ്ടും ഉണ്ടാവും. നമ്മൾ മുട്ടായിയൊക്കെ ചില്ലുഭരണിയിൽ എടുക്കത്തില്ലേ എന്ന് പറയുന്ന പോലെ. അപ്പോൾ ആ പാവ് മാത്രം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ശർക്കരയുടെ വളരെ ഈസി ആയിട്ടും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മിഠായിയാണ്. അതുപോലെ ഹെൽത്തിയുമാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.